ഒരു PA-HD60 നോക്കിയാലോ. ഇത് 2-3-4 സ്ഥലത്തുനിന്ന് പോയിട്ട് നന്നാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവായിക്കളേ എന്ന് പറഞ്ഞിട്ട് വന്ന സാധനം. ഇതുണ്ട ബോർഡ് ബാനായിട്ടുണ്ട്. പിന്നെ ഇതിലെനിക്ക് ഈ സാധനം ചെക്ക് ചെയ്തപ്പോൾ ഇഷ്ടപ്പെടാൻ, ഇതൊക്കെ കത്തിയതൊക്കെ നമുക്ക് ശരിയാക്കാം. കാരണം ഇത് മൊത്തം ആരും പഠിച്ചു വരണവരൊന്നുമില്ല. ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സർക്യൂട്ടൊക്കെ കിട്ടും. ഇത് നോക്കിയേ, വയറൊക്കെ ലാപ്പ് ചെയ്ത് നോക്കിയേ, അവിടെ ജോയിൻറ്റ് ഇവിടെ ജോയിൻറ്റ്. അപ്പോൾ ഇതിൽ വന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഇവിടെ ഈ കണക്ഷൻ കൊടുത്ത് ഏത് ടെക്നീഷ്യനാണെന്നറിയില്ല, കണക്ഷൻ മാറിപ്പോയി. ന്യൂട്രലിൻ്റെ അവിടെ ഫേസും കയറി, എർത്തിൻ്റെ അവിടെ ഫേസും കയറി, ന്യൂട്രൽ മാറി കയറി. എന്നിട്ട് മൂപ്പര് ചെയ്ത പരിപാടി ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, 5200 കാലൊക്കെ കട്ട് ചെയ്തിട്ട് നോക്കിയേ, കാണുന്നുണ്ടോ? ഈ കാല് കട്ട് ചെയ്ത് ഇപ്പുറത്ത് കട്ട് ചെയ്ത് അതേമാതിരി ഇതാ മൊത്തത്തിൽ. ഇത് എന്തിനാണ് ഇങ്ങനെ കാല് കട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഈ ഫ്യൂസിബിൾ റെസിസ്റ്റൻസ് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ കാലം നടത്താതെ തന്നെ ഇത് എമിറ്ററും കലക്ടറും ബേസും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നെ എന്തിനാണ് ഈ കാലൊക്കെ കട്ട് ചെയ്ത് നാശാക്കിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെയും കുറേ ആൾക്കാർ. അപ്പോൾ ഇത് നന്നാക്കാൻ പറ്റൂല, മൂലൊക്കെ ഇട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ നോക്കി, കംപ്ലൈൻറ്റ് പിടുത്തം കിട്ടി, എന്താണെന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഈ പേര് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വന്നിട്ടുണ്ട്. എനിക്കത് ബോക്സ് പൊട്ടിക്കാനൊന്നും പറ്റിയില്ല. പറഞ്ഞോട് കാര്യം പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ട്രാൻസിസ്റ്റർ ഇതാക്കി ബോർഡിലും കുറേ, ഞാനിപ്പോൾ ഇത് എനിക്ക് ലെൻസ് വെച്ച് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്കത് കാണിച്ചാൽ മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. മൊത്തം ബോർഡൊക്കെ ഗ്യാരപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതാരാണ് ഈ പരിപാടി ചെയ്തതെന്നുള്ള ആളത് അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം, ഞാനും ഇത്ര വലിയ അറിവുള്ള ആളൊന്നല്ല, പക്ഷെ എന്നാലും എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയും വിലയുള്ള ഒരു ആമ്പൊന്നും ഇതേമാതിരി നശിപ്പിക്കാതിരിക്കുക. ഇതേതായാലും നാളെ ഈ പേര് കയറ്റി ഈ ബോർഡും വന്നിട്ടുണ്ട്. ഇത് രണ്ടും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പുതിയതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അതേമാതിരി ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതുമാതിരി എനിക്ക് പിന്നെയും പറയാനുള്ളത്, ആരായാലും ഇതുപോലെ കാലൊന്നും കട്ട് ചെയ്തിട്ട് നശിപ്പിക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് കഴിയണില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ഒരാൾക്കും കൂടി നന്നാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഈ സാധനങ്ങൾ കൈകാര്യം ചെയ്യുക. നമ്മളെ വിശ്വസിച്ച് വരുന്നിടത്ത് വിശ്വാസം കൊടുക്കുക. ബൈ.